ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുമ്പളങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മധുര പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കുമ്പളങ്ങനെ ഒന്ന് തൊലിയെല്ലാം കളയാം. അതിന് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. 1/2 കിലോ കുമ്പളങ്ങ കേട്ടോ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇതേപോലെ ആക്കിയിട്ട് ഇതിൻ്റെ നടുവിലുള്ള ഈ കുരുവിനൊക്കെ ഇതേപോലെ ഒന്ന് കളഞ്ഞെടുക്കാം. അതേപോലെ തന്നെ തൊലിയെയും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നടുക്കുള്ള കുറച്ചുള്ള കുരുവിനും കൂടി അതേപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഇതേപോലെ വൃത്തിയായി കിട്ടും. അപ്പോൾ നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാതെ അങ്ങനെ എല്ലാം അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചീകിയെടുക്കണം. അതിനായിട്ട് ചീകാനുള്ള ഈ സംഭവം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ചെറിയ വശത്ത് ഇതൊന്ന് ഒരതി റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അതിൽ ഇതേപോലെ ഒന്ന് ചീകിയെടുക്കാം. പിന്നെ ഉണ്ടല്ലോ, പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഇത് ചീകിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ആയി കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞോ, ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുമ്പളങ്ങയിൽ വെള്ളം ഉണ്ടാകുക, അതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് കുമ്പളങ്ങ ഒന്ന് അമർത്തി കൊടുത്താൽ അതിൻ്റെ വെള്ളമൊക്കെ ആ പാത്രത്തിലേക്ക് വീണോളൂ കേട്ടോ. അതേപോലെ ഒന്ന് കൈവച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ അതിൻ്റെ കംപ്ലീറ്റ് വെള്ളവും അരിപ്പിലൂടെ താഴേക്ക് പോയിക്കോളും. അങ്ങനെ ഇതേപോലെ ഒന്നും കൂടി അമർത്തി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതിൽ തന്നെ ആക്കിയിട്ട് നമുക്കിത് കുറച്ച് നേരം വയ്ക്കാം. അപ്പോൾ ഇതിലുള്ള വെള്ളമെല്ലാം ഉറ്റിയിട്ട് ആ പാത്രത്തിലേക്ക് വീണോളും. ഇനി നമുക്ക് വേണ്ടത് ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉണക്കമുന്തിരി ഇതേപോലെ 2 ടേബിൾ സ്പൂൺ. അങ്ങനെ അണ്ടിപ്പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കണത്. ഇതൊന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ തീ കുറച്ച് വെക്കാൻ മറക്കരുതേ. ഒരുപാട് കൂട്ടി കഴിഞ്ഞാൽ രണ്ടും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അങ്ങനെ ഇഞ്ഞ് ഒക്കെ മൂത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇതിൻ്റെ നെയ്യൊന്നും പെടാതെ ഈ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പ് ഇതേപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്ക് നമ്മുടെ കുമ്പളങ്ങ ഇവിടെ വെള്ളമൊക്കെ പോയി റെഡി ആയിട്ടുണ്ട്. അത് ആ നെയ്യുണ്ടല്ലോ, ആ പാനിലെ നെയ്യ്, ആ നെയ്യിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഒന്ന് റെഡിയാക്കിയിട്ട് നെയ്യൊക്കെ ഒന്ന് പിടിച്ച് നന്നായി റെഡിയാവട്ടെ. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിൽ നിന്ന് കുമ്പളങ്ങയിൽ നിന്ന് കിട്ടിയ ആ വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളത്തിൽ തന്നെ ഈ കുമ്പളങ്ങ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കരുതേ. അപ്പോൾ ഒരു മീഡിയം ലെവൽ വെച്ചാൽ മതി. ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും പ്രത്യേകം മറക്കരുതേ. അപ്പോൾ അതാ ഏകദേശമൊക്കെ ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി നന്നായി അടച്ചു വെച്ചിട്ട് അതേപോലെ വേവിച്ചെടുക്കാൻ മറക്കല്ലേ. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അതുവരെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാരത്തെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും കുറച്ച് സമയമാകുമ്പോൾ. അപ്പോൾ ഏകദേശം പഞ്ചസാരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. അങ്ങനെ കണ്ടില്ലേ, പഞ്ചസാരൻ്റെ വെള്ളമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഏകദേശമൊക്കെ ഇങ്ങനെ അടി ഒന്ന് ഇങ്ങനെ വറ്റി വരുന്നുണ്ടേ, കണ്ടില്ലേ. അപ്പോൾ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുന്നോടിയായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പാനിലൊക്കെ വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. നമുക്കപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഇരിക്കാം. അപ്പോൾ അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ചൂടൊക്കെ അറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു അടിപൊളി
സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യാൻ